ആ 205 സീറ്റുകളിൽ NDAയുടെ 205 സീറ്റുകളിൽ പലതും ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. 46 സീറ്റുകളിൽ ആണ് NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മഹാഗഡ്ബന്ധൻ 30 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, 3 സീറ്റുകളിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. അങ്ങനെ 33 എന്നതിലേക്ക് എത്തുന്നു. BJP ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നു. 94 സീറ്റുകൾ ആണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. RJD 26 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് വീണ്ടും 4 എന്ന നിലയിലേക്ക് പിന്നിൽ പോവുകയാണ്. മഹാഗഡ്ബന്ധൻ ഇപ്പോൾ 33 സീറ്റുകളിലേക്ക് ചുരുങ്ങുമ്പോൾ 205 എന്ന നിലയിലേക്ക് NDAയുടെ ടാലി ഉയരുകയാണ്. അതിൽ 46 പേർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാഗഡ്ബന്ധനിൽ 3 പേരുടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 30 സീറ്റുകളിൽ മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ LJPയുടെ മുന്നേറ്റം 23 സീറ്റുകളിൽ ആണ് എന്നതാണ്. 23 സീറ്റുകളിൽ മത്സരിച്ച എല്ലാ സീറ്റുകളിലും LJP വിജയക്കൊടി പാറിക്കുമോ എന്നാണ് നമുക്ക് അവസാന നിമിഷം അറിയേണ്ടതായി വരുന്നത്. റോണി വീണ്ടും ചർച്ചയുടെ ഭാഗമായി ചേരുന്നുണ്ട്. ശ്രീ റോണി, ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചിരുന്നത് ഈ വോട്ടുകൊള്ള പോലെയുള്ള ആരോപണങ്ങൾ അത് നിലനിൽക്കട്ടെ, പക്ഷേ അപ്പോഴും ശ്രീ ദേവരാജൻ സൂചിപ്പിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രസക്തമായ കുറേ വിഷയങ്ങളുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഫോളോ അപ്പ് ഉണ്ടാകുന്നു? കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എത്രത്തോളം പിന്തുടരാൻ സാധിക്കുന്നു? ആ വിഷയങ്ങളിൽ ഉറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നു? ഈ സ്ത്രീ വോട്ടർമാർ അടക്കം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിനെ വോട്ടുകൊള്ള എന്നതുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതാണ്. ബീഹാറിലെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, ബീഹാറിൽ 2 ഘട്ടവും വോട്ടർമാർ റെക്കോർഡ് പോളിംഗ് നടത്തി എന്നത്, അതൊക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായി NDAയോടുള്ള അവരുടെ അഭിരുചിയും താല്പര്യവുമായിരുന്നില്ല എന്നതാണ്. ഞാൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു അസ്വാഭാവികത ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഹരിയാന ഇപ്പോൾ അവിടുത്തെ 10 ജില്ലകളിലുള്ള 47 സീറ്റുകളിൽ 37 സീറ്റ് ജയിച്ചത് BJP ആണ്. അതായത് അവിടെ വോട്ട് ക്രമക്കേടുകൾ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന 47 സീറ്റിൽ 37 സീറ്റ്. ബാക്കിയുള്ള 43 സീറ്റിലാണ് BJP 10 സീറ്റ് ജയിച്ച് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു. ബീഹാറിൽ കണ്ടതുപോലെ അന്ന് ഒരു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതല്ല മഹാരാഷ്ട്രയിൽ അത്രയും ഒരു വലിയ വിജയം BJP കിട്ടി. അതിനത്ര അസ്വാഭാവികത. ബീഹാറിൽ ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ വോട്ട് ശതമാനം പരിശോധിക്കുക. കഴിഞ്ഞ 2020 ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറി ഇപ്പം കിട്ടും കറന്റ് വോട്ടിംഗ് ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ അതിന്റെ തൊട്ട് BJPക്ക് 22% വോട്ട്, JDUവിന് 18, പിന്നെ ഈ പറയുന്ന നമ്മുടെ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 5% വോട്ട്. അതുപോലെ തന്നെ ഈ RJD കോൺഗ്രസ് സഖ്യം, RJDക്ക് 22% വോട്ടുണ്ട്, കോൺഗ്രസിന് 8% വോട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു അസ്വാഭാവികത, 8% വോട്ടുള്ള കോൺഗ്രസിന് 4 സീറ്റും 1.5% വോട്ടുള്ള ഒവൈസിയുടെ പാർട്ടിക്ക് 5 സീറ്റും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചില അസ്വാഭാവികമാണ്. അങ്ങനെയല്ലല്ലോ ആ ഡേറ്റ, അങ്ങനെയല്ലല്ലോ അതിനെ ക്രോഡീകരിക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ദേവരാജനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു പക്ഷേ 12 സീറ്റുകൾ ഉണ്ടായിരുന്നു CPIML-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. CPIക്കും CPM-നും 2 സീറ്റുകൾ വീതം എന്നതാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അവരുടെ വോട്ട് നില പരിശോധിച്ചാൽ തുലോം തുച്ഛമായിരിക്കും. കാരണം അവരുടെ ബെൽറ്റിൽ മാത്രമാണ് ആ വോട്ട് നില എന്നത് അവർക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ മാജിക് വാളിൻ്റെ ഡേറ്റകളിലേക്ക് പോയാൽ 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് തന്നെ താങ്കളിലേക്ക് ഞാൻ വരാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ പലപ്പോഴും വോട്ട് പെർസെൻറ്റേജ് എന്നത്, അവിടെയാണല്ലോ താങ്കൾ ഈ സൂചിപ്പിച്ച NDA സഖ്യത്തിന് ലഭിച്ച 37% എന്നത്, ഇന്ത്യ സഖ്യത്തിന് ലഭിച്ച 37% എന്നത്, മറ്റുള്ളവർക്ക് ലഭിച്ച 19% എന്നതൊക്കെ ഡേറ്റയായി വരുന്നത്. അവിടെ നമുക്കറിയാം ഓരോ പെർസെൻറ്റേജ്, അതായത് ഓരോ വിഭാഗത്തിന് ലഭിക്കുന്ന കണക്കുകൾ എന്നത് പരിശോധിക്കുമ്പോൾ അത്രമേൽ വോട്ട് പെർസെൻറ്റേജ് എന്നത് കുറവായിരിക്കും എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അത് സ്വാഭാവികമാണല്ലോ, അതൊരു മേഖലയിൽ ഉണ്ടാകുന്ന മുന്നേറ്റം. ഇപ്പോൾ LJPയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച ഇടത്തല്ലേ അവർക്ക് വോട്ട് ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായും അതിനെ നമുക്ക് BJPയുടെ വോട്ടുമായും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുമായും കോൺഗ്രസിൻ്റെ വോട്ടുമായും എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ശ്രീ റോണി? ഈ ഇന്ത്യ സഖ്യത്തിന്റെ, അതായത് കോൺഗ്രസ് RJD മുന്നണിയുടെ ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന വോട്ട് ശതമാനം എന്നത് 35% ഉണ്ട്. RJD 22%,
കോൺഗ്രസ് ഒരു 8% മുകളില്, മറ്റ് ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടെ കൂടി 5%. ഒരു 35% ഞങ്ങൾക്ക് വോട്ട് ശതമാനമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 37%. 2% വോട്ട് കുറവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ 2% വോട്ട് കുറവ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നിങ്ങൾ നോക്കുക. 80ഓളം സീറ്റുകൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയതിൽ 80ഓളം സീറ്റുകൾ വെറും 2% വോട്ടിൽ വ്യത്യാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഞാൻ ഈ ഉന്നയിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ തവണ, അതായത് ഈ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്ക്. ഇതേ വോട്ട് ശതമാനം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ എത്രയോ ലോക്സഭാ സീറ്റുകൾ, 15ഓളം ലോക്സഭാ, ഒരു 10 മുകളിൽ ലോക്സഭാ സീറ്റുകൾ ജയിച്ചത് പിന്നെ ഇന്ത്യ മുന്നണിയാണ് ബീഹാറിൽ. ഞങ്ങളുടെ വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ല. ഞങ്ങൾക്ക് അന്ന് 37 കിട്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37 കിട്ടി, ഇപ്പോൾ 35 കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഞാൻ പറയുന്നത്, ഓരോ നിയമസഭാ മണ്ഡലത്തിലും കൃത്യമായി പറയാം, ഓരോ നിയമസഭാ മണ്ഡലത്തിലും 15,000 മുതൽ 25,000 വോട്ടുകൾ വരെ റിമൂവ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വെട്ടി നീക്കിയിരിക്കുന്നു. പരമ്പരാഗതമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടികൾ എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃത പാർട്ടികളൊന്നുമില്ല. ബീഹാറിന്റെ ഗ്രാമങ്ങളിൽ RJD ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അങ്ങേക്കറിയാം കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റ്, പിന്നെ ഞങ്ങൾ 4 ലോക്സഭാ സീറ്റുകളിലാണ് ജയിച്ചത് 2024 ബീഹാറിൽ. ആ 4 എന്ന് പറയുന്നത് പപ്പു യാദവിന്റെ ഉൾപ്പെടെ ഞങ്ങൾ ജയിച്ച 4 സീറ്റും എന്ന് പറയുന്നത് നമ്മുടെ സീമാഞ്ചൽ മേഖലയിലാണ്. സീമാഞ്ചൽ മേഖലയാണ് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മേഖല. ഏറ്റവും അധികം വോട്ടുകൾ, അതായത് 62 ലക്ഷം വോട്ടുകൾ ബീഹാറിൽ വെട്ടിനിരത്തിയതിൽ 48 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് സീമാഞ്ചൽ എന്ന ഒറ്റ മേഖലയിലാണ്. അങ്ങനെ ഇതിന്റെയൊക്കെ കണക്കുകൾ വരച്ച് ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകൾ, ഒന്ന് മഗധ, അവിടെയാണ് BJP JDU സഖ്യം ശക്തമായിരിക്കുന്നത്. അവിടെയാണ് പുതിയ വോട്ടുകൾ വ്യാപകമായി ചേർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ സീമാഞ്ചൽ മേഖലയിൽ 48 ലക്ഷം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു. ഞാൻ കൃത്യമായി ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്നും കോൺഗ്രസിന് വേണ്ടി ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. അങ്ങ് പറഞ്ഞു രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വിഷയങ്ങൾ, അതിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? ഞാൻ കൃത്യമായി പറയാം. ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ ഈ രാജ്യത്തെ ഏറ്റെടുത്തതാരാ? ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാഹുൽ ഗാന്ധി ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും 10 കോടി ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തത്. ഇപ്പോൾ തന്നെ ഈ വോട്ട് ചോരിക്കെതിരെ 1300 കിലോമീറ്റർ 27 ജില്ലകളിലൂടെ ന്യൂസ് 18 ഉൾപ്പെടെ വളരെ കൃത്യമായി തന്നെ ലൈവായി നിങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്. ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു അവിടെ രാഹുൽ ഗാന്ധി യാത്രയിൽ പങ്കെടുത്തത്. അപ്പോൾ കോൺഗ്രസ് സംവിധാനം, കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഈ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഇപ്പോൾ സാങ്കേതികമായി 200 സീറ്റ് ജയിച്ചു, 210 സീറ്റ് ജയിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന BJPക്ക് അഭിമാനിക്കാം. പക്ഷേ അതിന് പിന്നെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി 3 ഘട്ടമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ ഏതിനേലും കൃത്യമായ മറുപടി പറയുവാൻ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്ന BJP ആകെ പറഞ്ഞ എന്താ? നിങ്ങൾ കോടതിയിൽ പോകും, നിങ്ങൾ കോടതിയിൽ പോകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി AICCയിൽ നിന്ന് പ്രിന്റ് ചെയ്ത മെറ്റീരിയൽ അല്ലല്ലോ. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക കൊണ്ടുവന്ന ആ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്, വോട്ടർ പട്ടികയിൽ വീഴ്ചയുണ്ട്. ഒരാളുടെ തന്നെ ഫോട്ടോ 200 തവണ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ആവർത്തിക്കുന്നു. അതിന് ഒരു മറുപടി നൽകുവാനായിട്ട് ഇതൊരു ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഞങ്ങൾ 6000 വോട്ടുകൾ 18 സെക്കൻഡ് കൊണ്ട് റിമൂവ് ചെയ്യുവാനുള്ള അപേക്ഷ നൽകിയത് ഏത് മൊബൈൽ ഫോൺ നമ്പറിലാണ്, ഏത് IP അഡ്രസ്സാണ് എന്ന് കർണാടക CID 14 തവണ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ട് ഒരു മറുപടി പോലും കൊടുക്കാൻ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ല? ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഒരു ഫോൺ നമ്പറിൽ നിന്നും ഒരു IP അഡ്രസ്സിൽ നിന്നും വെളുപ്പിന് 3:18 8 സെക്കൻഡിനിടയിലാണ് 6000 അപേക്ഷകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി. ശരി, അതായത് ഇപ്പോഴും ഈ വോട്ടുകൊള്ള തന്നെയാണ് തിരിച്ചടിയായത് എന്ന് തന്നെയാണ് താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. SIR ആണ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ആ നിലപാടിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. എന്തായാലും റോയ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് മഗധയിൽ എങ്ങനെയാണ് ഇത്രയധികം സീറ്റുകൾ നേടാൻ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സാധിക്കുന്നത് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മഗധയിൽ ഒരു പ്രത്യേകമായ സംവിധാനം അല്ലെങ്കിൽ ഒരു പാക്കേജ് പോലെ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കാം.